ഇതൊക്കെ എടുത്ത് അകത്തേക്ക് വെക്കാം, നമുക്ക് പിന്നെ എടുക്കാം. എന്തിനാടാ കവിൻ ഇങ്ങനെ ചെയ്യുന്നേ? ഞങ്ങളൊക്കെ സ്നേഹത്തോടെയല്ലേ പെരുമാറുന്നത്. പിന്നെ എന്തിനാ വീട്ടിൽ പോണെന്ന് വാശി പിടിക്കുന്നേ? കുറച്ചു നേരെങ്കിലും ഇവിടെ ഇരിക്കുന്നേ. എന്റെ മുന്നേ വെച്ച് നിലയെ ഹൈലൈറ്റ് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവൾ ക്ലാസ്സിൽ ഫസ്റ്റ് ആയെന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കുക. ഞാൻ എപ്പോഴാടാ കളിയാക്കിയത്? ഇങ്ങനെ ഞാൻ ചെയ്യാത്ത കാര്യമൊന്നും പറയല്ലേടാ, അത് ശരിയല്ല. വിജി, പറയുമ്പേ എന്താ? അവൻ ദേഷ്യം കാണിച്ചാലൊന്നും വെറുതെ വിടരുത്. നിലയ്ക്ക് എങ്ങനെയാണോ പഠിപ്പിച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇവനും പഠിപ്പിച്ചു കൊടുത്ത് ക്ലാസ്സിൽ ഫസ്റ്റ് ആവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്ക. അപ്പൊ എല്ലാം ശരിയായിക്കോളും. എന്ത് ക്ലാസ് ഫസ്റ്റോ? എന്നെ കൊണ്ട് പറ്റുമെന്നോ? എന്താ പറ്റാതെ? നിനക്ക് എല്ലാ ടാലന്റും ഉണ്ട്, മാർക്ക് വാങ്ങാനൊക്കെ പറ്റും. നിനക്ക് കുറച്ച് ടിപ്സ് പറഞ്ഞു തരാനാണ് മുത്തശ്ശി പറഞ്ഞത്. അങ്ങനെ എന്താ ടിപ്സ്? എനിക്കറിയാത്ത ടിപ്സോ? ഒരു മിനിറ്റ് ഇരിക്കെ, ഞാൻ വരാം. എന്തിനാ ഇപ്പൊ ബുക്കൊക്കെ എടുത്തോണ്ട് വരുന്നേ? അല്ലെങ്കിൽ തന്നെ എനിക്ക് ബോറടിക്കുക. അത് പോരാനായിട്ട് ബുക്ക് എടുത്തോണ്ട് വന്നിരിക്കുക. നിനക്ക് ഈസി ആയിട്ട് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ ഞാൻ കുറച്ച് ടിപ്സ് നിനക്ക് പറഞ്ഞു തരാം. അതങ്ങനെ നീ ഫോളോ ചെയ്തെന്ന് വെച്ചാ ഈസി ആയിട്ട് നിനക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റും. എന്താ പൈസ വാങ്ങാതെ ട്യൂഷൻ എടുക്കാൻ പോവാ? എന്താടാ അഹങ്കാരം കണ്ടില്ല? അങ്ങനെയൊന്നും അല്ലടാ, ഞാൻ സത്യമായിട്ടാ പറയുന്നത്. ഞാൻ പറയുന്ന പാറ്റേൺ നീ ഫോളോ ചെയ്ത് പഠിച്ചെന്ന് വെക്ക്, ഫസ്റ്റ് മാർക്ക് ഈസി ആയിട്ട് മേടിക്കാം. ഒരു കൊച്ചു പയ്യനെ മുമ്പിൽ കിട്ടിയെന്ന് പറഞ്ഞിട്ട് വായി തോന്നിയൊക്കെ പറയുവാണോ? കവിൻ, അമ്മ പറഞ്ഞ സത്യാടാ. അമ്മ പറഞ്ഞ പാറ്റേൺസ് നീ പഠിച്ചാ നിനക്ക് എന്തായാലും ഫസ്റ്റ് മാർക്ക് വാങ്ങാം. ഭയങ്കര ഈസി ആയിരിക്കും. അമ്മേ, അമ്മ ഒരു പ്രാവശ്യം കവിന് പറഞ്ഞു കൊടുക്ക്. എന്താടാ അങ്ങനെ നോക്കുന്നേ? ഞാനിപ്പോ ചെയ്തത് പറഞ്ഞത് അതേപോലെ ചെയ്യും, അതേപോലെ പറയും. കവിൻ പറയുന്ന കേട്ടില്ലേ, അതുപോലെ ചെയ്യ. ഒരു പ്രാവശ്യം കൂടി പറഞ്ഞു തന്നെ. ഇതൊരു പാട്ട് പാടുന്ന പോലെയാണല്ലോ ചെയ്തേ. ഒന്നുകൂടി പാടിക്കേ. ശരി, ഓക്കെ. പാടം പാട്ടായിട്ടാ പഠിക്കുന്നേ? ഇങ്ങനെ പഠിച്ചാ തലേ കയറുവോ? എന്തായാലും കയറും. നീ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്ക്. ഇത് നോക്കിയോ? ഓ, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്, അത്രേ ഉള്ളൂ. സൂപ്പർ. അമ്മ, ഒന്ന് പുറത്തേക്ക് വരാമോ? അമ്മേ, അമ്മേ, ഇവിടെ എന്ത് ചെയ്ത് നടക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ തല കറങ്ങുക. അമ്മ, എന്തിനാ അമ്മ കവിന്റെ അച്ഛന്റെ അടുത്ത് ഞാനാ നിലയുടെ അമ്മയെന്ന് കള്ളം പറഞ്ഞതിന്റെ കാര്യം? ഇതിന്റെ പിന്നിൽ എന്താ ഉള്ളതെന്നൊന്ന് തെളിച്ച് പറയാമേ. എനിക്ക് ഈ സസ്പെൻസ് ഒന്നും ഒട്ടും താങ്ങാനേ പറ്റുന്നില്ല. അതുകൊണ്ടാ ചോദിക്കുന്നത്. കളിച്ചൊക്കെ പഠിച്ചിട്ടാണല്ലോ നീ ക്ലാസ്സിൽ ഫസ്റ്റ് ആവുന്നേ. നിക്ക്, ഞാനും ക്ലാസ്സിൽ ഫസ്റ്റ് ആവും. എന്താ കവി നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? ഞങ്ങള് പാടുന്നത്, ഞങ്ങൾ ചെയ്യുന്നത് അങ്ങനെ തന്നെ ചെയ്യും. ഇങ്ങനെ പഠിക്കാൻ പറ്റുമോ? എങ്ങനെ വേണമെങ്കിലും പഠിക്കാം, പക്ഷെ നമ്മൾ പഠിക്കണം. അപ്പോഴേ നന്നായിട്ട് നമ്മൾ എക്സാം എഴുതി ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റും. അതെ കവിൻ,
ഞാനും അമ്മ പറഞ്ഞ സ്റ്റൈലിലാണ് പഠിക്കുന്നത്. അത് ഒരുപാട് പ്രാവശ്യം പഠിച്ചിട്ടുണ്ട്. അത് ഈസി ആയിട്ട് നമ്മുടെ തലച്ചോറിന്റെ അകത്തേക്ക് കയറും. പിന്നെ എക്സാമിന് പോകുന്ന സമയത്ത് അത് മറക്കുന്ന പ്രശ്നമില്ല. ഈ സ്റ്റൈലില് നമ്മൾ ക്ലാസ്സിലെ പാഠങ്ങൾ പഠിച്ചാ അത് എന്നും ഓർമ്മയിൽ തന്നെ ഉണ്ടാവും. പെട്ടെന്ന് എഴുതി നമുക്ക് വീട്ടിലേക്ക് വേഗം പോവാം. എന്താ കവൻ അങ്ങനെ നോക്കുന്നേ? നില പറയുന്ന എല്ലാം സത്യം. നമ്മളൊരു കാര്യത്തെ നിസ്സാരമായി കണ്ട് ശ്രദ്ധിക്കാതെ വിട്ടാ അതൊരിക്കലും നടക്കില്ല. നന്നായി ചിന്തിച്ച് ആത്മാർത്ഥതയോടെ മനസ്സറിഞ്ഞ് നമ്മൾ ചെയ്യുമ്പോ തീർച്ചയായിട്ടും വിജയം നമുക്ക് ഉണ്ടാവുമെന്ന് ഉറപ്പാ.